والآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ الراحمون يرحمهم الرحمن ارحموا من في الأرض يرحمكم من في السماء. റഹ്മത്ത് അത് അല്ലാഹു തആല മാത്രം ചെയ്യുന്നതല്ല, നമുക്കുമുണ്ട് റഹ്മത്ത് ചെയ്യണം. ധാരാളം റഹ്മത്ത് ചെയ്യേണ്ടവരാണ് നാം. മനുഷ്യർ പരസ്പരം റഹ്മത്ത് ചെയ്യണം, കാരുണ്യം കാണിക്കണം. മനുഷ്യർ മൃഗങ്ങളോട് കാരുണ്യം കാണിക്കണം. മനുഷ്യർ എല്ലാ ആൾക്കാരോടും കാരുണ്യം കാണിക്കേണ്ടതാണ്. അല്ലാഹു തആല ധാരാളം റഹ്മത്ത് നമുക്ക്, ആ റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നാം പരസ്പരം റഹ്മത്ത് ചെയ്യണം. അർറാഹിമൂൻ, കാരുണ്യം ചെയ്യുന്ന ആൾക്കാർ, പരസ്പരം കാരുണ്യം ചെയ്യുന്നവർ, പാവങ്ങളെ സഹായിക്കുന്നവർ, രോഗികളെ സഹായിക്കുന്നവർ, ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നവർ, ഈ നിലക്ക് റഹ്മത്ത് ചെയ്യുന്ന റാഹിമീങ്ങൾ, അർറാഹിമൂൻ, ഈ ഭൂമി ലോകത്ത് റഹ്മത്ത് ചെയ്യുന്നവർ, യർഹമുഹുമുല്ലാഹ് ഇർഹമൂ അർറാഹിമൂന യർഹമുഹുമുല്ലാഹു തബാറക വ തആല. റഹ്മത്ത് ചെയ്യുന്നവർ, കാരുണ്യം കാണിക്കുന്നവർ, കുടുംബത്തോടും അയൽവാസികളോടും ജനങ്ങളോടും മൃഗങ്ങളോടും എല്ലാത്തിനോടും കാരുണ്യം കാണിക്കുന്നവർ, യർഹമുഹുമുല്ലാഹ്
അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യുന്നതാണ്, അല്ലാഹു അവർക്ക് കാരുണ്യം നൽകുന്നതാണ്. ഇർഹമൂ മൻ ഫിൽ അർള്, ഓ ജനങ്ങളെ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ റഹ്മത്ത് ചെയ്യൂ. എല്ലാ ആൾക്കാരോടും, അത് മനുഷ്യർ എന്ന് മാത്രമല്ല, അത് മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല, മൻ ഫിൽ അർള്, ഭൂമിയിൽ ആരൊക്കെയുണ്ടോ, ഏതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളുണ്ടോ മുഴുവൻ വസ്തുക്കളോടും നിങ്ങൾ റഹ്മത്ത് ചെയ്യണം. ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കാരോടും നിങ്ങൾ റഹ്മത്ത് ചെയ്യണം. യർഹമുക്കും യർഹം മൻ ഫിസ് സമാ, ആകാശത്തിന്റെ ഉടമയായ എല്ലാത്തിനെയും പടച്ചു നിയന്ത്രിക്കുന്ന റബ്ബ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. ആർക്കാണോ അല്ലാഹുവിന്റെ റഹ്മത്ത് വേണ്ടത്, ആ റഹ്മത്ത് ചെയ്യുന്നവർക്ക് റഹ്മത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നാം ഈ ഭൂമി ലോകത്ത് റഹ്മത്ത് ചെയ്യണം, കാരുണ്യം കാണിക്കണം, പാപങ്ങളെ സഹായിക്കണം, കുടുംബത്തെ സ്നേഹിക്കണം. പരസ്പരം റഹ്മത്ത് ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ റമദാൻ റഹ്മത്തിന്റെ മാസമാണ്. അതുകൊണ്ട് ധാരാളം റഹ്മത്തുകൾ നാം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്സായി അൽ അർമിലത്തി വൽ മിസ്കീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, റഹ്മത്ത് കൊണ്ടാണ് നമുക്ക് ഇവിടെ വിജയിക്കാൻ പറ്റുന്നത്. റഹ്മത്ത് പരസ്പരം കാരുണ്യം ചെയ്യുന്നവർക്കാണ് സ്വർഗ്ഗം ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ പറയാണ്, ഇന്ന ബുദലാ ഉമ്മത്തി ലം യദ്ഖുലുൽ ജന്നത ബികസ്റതി സ്വലാത്തിൻ വലാ സൗമിൻ വലാ സദഖ. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ അബ്ദാലീങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഔലിയാക്കൾ പല വിധത്തിലാണ്. ഖുതുബുണ്ട്, അബ്ദാലുണ്ട്, ഗൗസുണ്ട്, അതുപോലെ ഔതാദുണ്ട്. എന്റെ അബ്ദാലീങ്ങളായ ഔലിയാക്കൾ വലിയ സ്ഥാനമുള്ളവരാണ്. അംബിയാ മുർസലികളിൽ വലിയ വലിയ സ്ഥാനമുള്ളവരെ പോലെ ഔലിയാക്കളിൽ സ്ഥാനമുള്ളവരാണ് അബ്ദാലീങ്ങൾ, ഔതാദീങ്ങൾ. അങ്ങനെയുള്ള അബ്ദാലീങ്ങൾ ലം യദ്ഖുലുൽ ജന്നത, അവർ സ്വർഗ്ഗത്തിലേക്ക് കടന്നിട്ടില്ല, സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നതല്ല. ബികസ്റതി സ്വലാത്തിൻ വലാ സൗമിൻ വലാ സദഖ, ധാരാളം നിസ്കരിച്ചതുകൊണ്ടോ, ധാരാളം നോമ്പ് നോറ്റതുകൊണ്ടോ, ധാരാളം ധർമ്മം ചെയ്തതുകൊണ്ടോ മാത്രം അവർ സ്വർഗ്ഗത്തിലേക്ക് കടന്നതല്ല. വലാകിൻ ദഖലൂഹാ ബിറഹ്മത്തില്ലാഹ്, വലിയ ഉയർന്ന പദവിയുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവർ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അല്ലാഹുവിലേക്ക് അടുത്തവർ, അവർ തന്നെ അല്ലാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ട് അടുത്തിട്ടുണ്ടെങ്കിലും ആ ഇബാദത്ത് കൊണ്ട് മാത്രമല്ല അവർ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നത്. വലാകിൻ ദഖലൂഹാ ബിറഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടായിരിക്കണം അവർക്ക്, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണം. ആ റഹ്മത്തുള്ളവൻ മാത്രമേ സ്വർഗ്ഗത്തിലേക്ക് കടക്കൂ. വസഖാബത്തുൽ അൻഫുസി വസലാമത്തി സുദൂരി വറഹ്മത്തി ലിജമീഇൽ മുഅ്മിനീൻ. നല്ല മനസ്സുള്ളവർ, ഹൃദയത്തിൽ കിബ്റില്ലാത്തവർ, ഉജ്ബില്ലാത്തവർ, ആരോടും വെറുപ്പില്ലാത്തവർ, വറഹ്മത്തി ലിജമീഇൽ മുഅ്മിനീൻ, സർവ്വ മുഅ്മിനീങ്ങൾക്കും കാരുണ്യം ചെയ്യുന്നവർ, എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരാണ് സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇബാദത്ത്, നിസ്കാരവും നോമ്പും സദഖയും സക്കാത്തും ഒക്കെ ചെയ്യുന്നതിന് പുറമെ കാരുണ്യ പ്രവർത്തനം, പാവങ്ങളെ കണ്ട്, സാധുക്കളെ കണ്ടുപിടിച്ച്, രോഗികളെ കണ്ടുപിടിച്ച്, വിഷമിക്കുന്നവരെ കണ്ടുപിടിച്ച് അവരെ സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. പാവപ്പെട്ട വിധവകളായ ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകൾ, വലിയ പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാകും.
വൽ മിസ്കീൻ, നാട്ടിലും കുടുംബത്തിലും പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ ഉണ്ടാകും. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, സ്വന്തം പണം ചെലവഴിക്കുന്നവൻ, മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നവൻ, ഏത് നിലക്കാണോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, ആ പാവപ്പെട്ടവർക്കും വിധവകൾക്കും വേണ്ടി, ഭർത്താക്കന്മാരില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത് പോലെയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലമാണ്. അതുപോലെ തളരാത്ത നിലയ്ക്ക് രാത്രിയും പകലും അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നവർ, ഒരു ദിവസവും വിടാതെ നോമ്പ് നോക്കുന്നവർ, 360 ദിവസവും നോമ്പ് നോക്കുന്നവർ, 360 ദിവസവും നിസ്കരിക്കുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, അവർക്ക് എന്ത് പ്രതിഫലമാണോ അല്ലാഹു കൊടുക്കുന്നത്, ആ പ്രതിഫലമാണ്. അതേ പാവപ്പെട്ട വിധവകൾക്ക്, ഭർത്താക്കന്മാരില്ലാത്തവർക്ക്, അതേ പാവപ്പെട്ട മിസ്കീന്മാർക്ക് സഹായിക്കുന്നവൻ, അവർക്ക് സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അതിനു വേണ്ടി അധ്വാനിക്കുന്നവനിക്ക് ഈ പ്രതിഫലം ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പരിശുദ്ധ റമദാൻ വലിയ റഹ്മത്ത്, കാരുണ്യം ചെയ്യേണ്ട മാസമാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്ന മാസമാണ്. ധാരാളം കഴിവുള്ളവർക്ക് കിറ്റുകളും അതുപോലെ മറ്റു പല വസ്തുക്കളും ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. പരിശുദ്ധ റമദാനിൽ ഏതെല്ലാം നിലക്ക്, ആർക്കെല്ലാം ഏതെല്ലാം നിലക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടോ, ഉള്ളവർ ഉള്ള നിലക്ക്, ഇല്ലാത്തവർ ആ നിലക്ക്, കഴിവുള്ളവർ കഴിവുള്ള നിലക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. നാളെ ആഖിറത്തിലേക്ക് എത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സർവ്വജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന ആ മഹ്ശറാബൻ സഭയിൽ വെച്ച് അല്ലാഹു വിചാരണ ചെയ്യുന്നു. വിചാരണ ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, യബ്ന ആദം, ഓ മനുഷ്യ, ഇസ്തത്അംതുക, നിന്നോട് ഞാൻ ഭക്ഷണം ചോദിച്ചു, ഫലം തുത്ഇമുനി, എനിക്ക് നീ ഭക്ഷണം നൽകിയില്ല. ഈ ഭൂമി ലോകത്ത് നമ്മുടെ കുടുംബത്തിലും അയൽവക്കത്തും നമ്മുടെ സമുദായത്തിലും പാവപ്പെട്ടവർ ഭക്ഷണം കഴിക്കാനില്ലാതെ പാവപ്പെട്ട് കഷ്ടപ്പെടുന്നവരെ ശ്രദ്ധിക്കാത്ത ആൾക്കാരോട് അല്ലാഹു ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, എനിക്ക് നീ ഭക്ഷണം തന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയും, യാ റബ്ബി, അല്ലാഹുവേ, വകൈഫ ഉത്ഇമുക വ അൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീനല്ലേ, എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവൻ നീയല്ലേ, നിനക്ക് എങ്ങനെയാണ് ഞാൻ ഭക്ഷണം നൽകുക? ആ സമയത്ത് അല്ലാഹു പറയാണ്, അമാലിംത, നിനക്കറിയില്ലേ, അന്നഹു ഇസ്തത്അമക അബ്ദി ഫുലാൻ ഫലം തുത്ഇമുഹു, നിന്റെ കുടുംബത്തിൽ പാവപ്പെട്ടവർ ഉണ്ടായിരുന്നില്ലേ, നിന്റെ അയൽവക്കത്ത് പാവപ്പെട്ടവർ ഉണ്ടായിരുന്നില്ലേ, നിന്റെ സമുദായത്തിൽ ഒന്നിനും കഴിയാതെ ഭക്ഷണമില്ലാത്തവർ ഉണ്ടായിരുന്നില്ലേ, അവർക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ ഫലം തുത്ഇമുഹു, നീ അവർക്ക് ഭക്ഷണം കൊടുത്തില്ല. അതേ സമയത്ത് അമാ അലിംത അന്നക ലൗ അത്അംതഹു, നിനക്കറിയില്ലേ മനുഷ്യ, നീ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ ലവജത്ത ദാലിക ഇൻദീ, അത് എന്റെ അടുക്കൽ എത്തുമായിരുന്നു, അതിന്റെ പ്രതിഫലം നീ എന്റെ അടുക്കൽ എത്തുമായിരുന്നു. നിന്റെ ലിസ്റ്റിൽ അങ്ങനെ ഒരു പാവങ്ങളെ സഹായിച്ചതായി ഞാൻ കാണുന്നില്ല, അതുകൊണ്ടാ ചോദിച്ചത്, നീ എന്തേ ഭക്ഷണം കൊടുക്കാത്തതെന്ന്. വീണ്ടും അല്ലാഹു ചോദിക്കുകയാണ്, ഓ മനുഷ്യ, ഇസ്തഖൈതുക ഫലം തുസ്ഖിനി, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചു, നീ എനിക്ക് വെള്ളം തന്നില്ല. ആ സമയത്ത് മനുഷ്യർ ചോദിക്കും, എങ്ങനെയാണ് റബ്ബേ നിനക്ക് വെള്ളം തരേണ്ടത്? അപ്പയും അല്ലാഹു പറയും, നിന്റെ നാട്ടിലോ നിന്റെ കുടുംബത്തിലോ നിന്റെ അയൽവക്കത്തോ നിന്റെ സമുദായത്തിലോ വെള്ളത്തിന് ആവശ്യമായവർ ഉണ്ടായിരിക്കെ അവർ ചോദിച്ചില്ലെങ്കിലും നീ അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു. ചിലപ്പോൾ ചോദിച്ചിട്ട് കൊടുക്കാത്തവരുണ്ട്, ചിലപ്പോൾ അവർ നാണിച്ചും കൊണ്ട് ചോദിക്കാത്തവർ, നീ അവർ അറിഞ്ഞും കൊണ്ട് ചെയ്യേണ്ടതായിരുന്നു, നീ അത് ചെയ്തിരുന്നില്ല. അമാലിംത അന്നക ലൗ സഖൈതഹു ലവജതഹു ഇൻദീ,
ഒരു പാവപ്പെട്ട മുഅ്മിനായ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവനോ അല്ലാത്തവനോ ആയവനിക്ക് നീ ഒരു ഗ്ലാസ് ഒരു ലിറ്റർ വെള്ളം നീ കൊടുത്തിരുന്നുവെങ്കിൽ, ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലം എന്റെ അടുക്കൽ നീ എത്തിക്കുമായിരുന്നു. യബ്ന ആദം, വീണ്ടും ചോദിക്കുകയാണ് മനുഷ്യ, മരിൽതു ഫലം തഉദുലി. അല്ലാഹു പറയാണ്, എനിക്ക് രോഗമുണ്ടായി, മരിൽതു, ഞാൻ രോഗിയായി, എന്നെ നീ രോഗം കാണാൻ വന്നില്ല, ശുശ്രൂഷിക്കാൻ വന്നില്ല, സഹായിക്കാൻ വന്നില്ല. അപ്പോഴും മനുഷ്യർ ചോദിക്കും, റബ്ബേ നിന്നെങ്ങനെയാണ് ഞങ്ങൾ കാണാൻ വരിക, നീ എങ്ങനെയാ രോഗമുണ്ടാവുക? ആ സമയത്ത് അല്ലാഹു പറയാണ്, മരിള അബ്ദീ ഫുലാൻ, നിന്റെ നാട്ടിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ അയൽവക്കത്ത് ഒരു പാവപ്പെട്ട രോഗിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. നീ അവിടെ പോയിരുന്നോ? അവനെ കണ്ടിരുന്നോ? അവനെ സഹായിച്ചിരുന്നു? അമാലിംത അന്ന അബ്ദീ ഫുലാനും മരിള ഫലം തഉദുഹു അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജദനി ഇൻദഹു. ഒരു രോഗിയായ മനുഷ്യന്റെ അടുത്ത് പോയി കാരുണ്യ പ്രവർത്തനം നീ ചെയ്തിരുന്നുവെങ്കിൽ അവിടെ എന്നെ നീ എത്തിക്കുമായിരുന്നു, എന്റെ റഹ്മത്ത്, എന്റെ റിള നീ എത്തിക്കുമായിരുന്നു. അതും നീ ചെയ്തില്ലല്ലോ. ചെയ്യാത്തവരെ പറ്റി അല്ലാഹു ആഖിറത്തിൽ വെച്ച് വിചാരണ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, കഴിവിന്റെ പരമാവധി നാം സ്വന്തം വലിയ നിസ്കാരക്കാരായിരിക്കും, വലിയ നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സ്റ്റേജിലൊക്കെ വലിയ സംഭാവനകളൊക്കെ കൊടുക്കുന്നവരാണ്. എങ്കിലും നമ്മുടെ കുടുംബത്തിൽ എത്ര പാപങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ എത്ര പാപങ്ങളുണ്ട്, അയൽവക്കത്ത് എത്ര പാപങ്ങളുണ്ട്. അതാരും കൊടുക്കാൻ ശ്രദ്ധിക്കാത്ത എത്രയോ ആൾക്കാർ. സ്റ്റേജിൽ പേര് വിളിക്കുമ്പോൾ പറയും ചിലപ്പോൾ എന്റെ 10 പൗൺ പൊന്നി, അല്ലെങ്കിൽ 5 പൗൺ പൊന്നി, അല്ലെങ്കിൽ എത്രയാണ് ഇത്രയാണ്. സ്വന്തം കുടുംബത്തിൽ വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് 1 പവൺ വാങ്ങാൻ സാധിക്കാതെ പ്രയാസപ്പെടുമ്പോൾ കൊടുക്കുന്ന ആൾ വളരെ വളരെ കുറവാണ്. ഇല്ല എന്നല്ല, പേരും പ്രസക്തിയും അല്ല നാം ഉദ്ദേശിക്കേണ്ടത്. അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ നാം ഇവിടെ അവന്റെ വജ്ഹിന് വേണ്ടി എന്ത് ചെയ്തു, അത് മാത്രമാണ് അവിടെ എത്തുന്നത്. ചില ആളൊക്കെ പേരിന് വേണ്ടി ചെയ്യും, ചില ആള് പേരിന് വേണ്ടി ഇബാദത്ത് ചെയ്യും, അതൊന്നും അല്ലാഹു സ്വീകരിക്കൂല. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഒരു വീട്ടിലേക്ക് സൽക്കാരത്തിന് പോയപ്പോ ആ വീട്ടുകാരൻ മകനെ വിളിച്ചുകൊണ്ട്, മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ, ഇപ്രാവശ്യം ഞാൻ ഹജ്ജിന് പോയി വരുമ്പോ കൊണ്ടുവന്ന പാത്രത്തിലല്ല, കഴിഞ്ഞ കൊല്ലം ഞാൻ ഹജ്ജിന് പോയി കൊണ്ടുവന്ന പാത്രം ഉണ്ടല്ലോ, അതിന് കൊണ്ടുവാ, നമുക്ക് ഭക്ഷിക്കാൻ. ഇയാളെ ഉദ്ദേശം ഞാൻ 2 പ്രാവശ്യം ഹജ്ജിന് പോയിട്ടുണ്ട് എന്ന് അറിയിക്കണം. ആ സമയത്ത് സുഫിയാൻ സൗരി പറഞ്ഞു, മിസ്കീനുൻ ബത്തല അമലഹു അബ്തല അമലഹു. പാവം, 2 ഹജ്ജും ബാത്തിലായി പോയി. 1 അല്ല 2 പോയി. ചിലങ്ങണ്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം ഉംറക്ക് പോയിട്ടുണ്ട്, ഞാൻ മുന്നത്തെ കൊല്ലം ഹജ്ജിന് പോയിട്ടുണ്ട്, ഞാൻ അവിടെ ഇത്ര കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ അത് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാൻ പാടില്ല. ഇത് പറയാനല്ല നാം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ അടുക്കൽ ആഖിറത്തിൽ കൂലി കിട്ടണം എന്ന നിയത്താണെങ്കിൽ ആരെയും അതിൽ കൂറുകൂട്ടാതെ വലത്തെ കയ്യിൽ കൊടുത്തത് ഇടത്തെ കയ്യിൽ അറിയാൻ പാടില്ല എന്ന് പറയാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ ആരും അറിയാതെ ദാനധർമ്മം ചെയ്യുമ്പോൾ അവനിക്ക് അർശിന്റെ തണലുണ്ടാകും. പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ഞാൻ നിർത്തുന്നു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിച്ചില്ലേ, യാ മൂസാ മാദാ അമിൽത ലീ വലി അജലി, എനിക്ക് വേണ്ടി മാത്രം ചെയ്ത അമലേതാണെന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ധാരാളം ഞാൻ നോമ്പ് നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്, ഞാൻ തസ്ബീഹ് ചൊല്ലിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ നല്ല നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുകയാണ്, അല്ല മൂസാ ലമിൽത അമലൻ സ്വാലിഹാ, സ്വാലിഹായ അമൽ നീ ചെയ്തിട്ടില്ലേ?
നിസ്കാരവും നോമ്പൊക്കെ സ്വാലിഹായ അമലാണ്. പക്ഷേ വലിയ കാരുണ്യ പ്രവർത്തനം നീ ചെയ്തിട്ടില്ലേ, പാവങ്ങളെ സഹായിച്ചിട്ടില്ലേ? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം കരഞ്ഞു, യാ റബ്ബി ദുല്ലനി അലാ അമലിൻ സ്വാലിഹ്, സ്വാലിഹായ അമൽ അറിയിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല ചോദിക്കുകയാണ്, അല്ലസ്ബഇത ജാഇയാ വസഖൈത അത്ശാനാ വകസൗത ഉരിയാനാ വനസർത മദ്ലൂമാ. തങ്ങളവர்கள் വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. നിർത്തുന്നു. ദുആഇനിക്കും മറ്റു ഉപദേശത്തിന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട തങ്ങൾ എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളും ഇവിടുത്തെ തങ്ങളും ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ഉംറ കഴിഞ്ഞെത്തിയതാണ്. ദുആഇനിക്കൊക്കെ ഇജാബത്തുള്ള വലിയ മഹാന്മാരാണ്. ധാരാളം കാരുണ്യം പ്രവർത്തനം ചെയ്യുന്നവരാണ്. ഈ പ്രവർത്തനങ്ങളൊക്കെ ആദൂരിലും മുടിപ്പിലും എല്ലാ സ്ഥലത്തെയും സ്ഥാപനങ്ങളിലൊക്കെ ചെയ്യുന്നത് കാണുന്നവർക്ക് അതൊരു പിരിവാക്കലും കൊടുക്കലും അതൊക്കെയാണ് കാരുണ്യ പ്രവർത്തനം. മൂസാ നബിയോട് ചോദിച്ചു, നീ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ദാഹിച്ചവർക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടോ? വസ്ത്രമില്ലാത്തവർക്ക് നീ നഗ്നന്മാർക്ക് വസ്ത്രം കൊടുത്തിട്ടുണ്ടോ? നിരപരാധികളായ ആൾക്കാർ കേസിലും മറ്റും കുടുങ്ങിയവർ ഉണ്ടാകാം, അവർക്ക് നീ സഹായിച്ചിട്ടുണ്ടോ? അതാ അമലുൻ സ്വാലിഹ്, ഇതാണ് സ്വാലിഹായ അമൽ. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ റഹ്മത്തിന്റെ മാസമാണ്. ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ മാസത്തിൽ നാം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത സർവ്വ അമലുകളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും ഒരുപാട് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു. മഹാനായ സയ്യിദ് അവറുകൾ സാദാത്തികളൊക്കെ ഉള്ള വലിയ സദസ്സാണത്. ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ ഉംറയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. എല്ലാ സമയത്തും ഈ ഇബാദത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇതെന്റെ ഇബാദത്താണ്. ഈ പ്രവർത്തനം ഏറ്റവും വലിയ ഇബാദത്ത്. എന്തൊക്കെ പ്രവർത്തനം ദീനി പ്രവർത്തനങ്ങളെ ചെയ്യും നമുക്കൊക്കെ അറിയുന്നതാണ്. അല്ലാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.